ദൃശ്യം 3 മൂന്നാം ദിവസമായപ്പോൾ തന്നെ 100 കോടി കവർ ചെയ്യുന്ന സിനിമയായിട്ട് മാറി. ഈ സമ്മിശ്ര പ്രതികരണങ്ങളെ ഉള്ളെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് കിട്ടുന്ന കളക്ഷൻ, കാരണം ഒരു വട്ടമെങ്കിലും ദൃശ്യം കാണുന്ന മലയാളികളാണ് ലോകത്തിലെ മുഴുവൻ. ആ രീതി നോക്കുകയാണെങ്കിൽ ദൃശ്യം എല്ലാ സർവകലാ റെക്കോർഡും കഴിഞ്ഞ് ലോകയുടെ റെക്കോർഡും കഴിഞ്ഞ് 300 കോടിയും കവർ ചെയ്യാനുള്ള എല്ലാ സ്കോപ്പും വളരെയധികം ചാൻസ് ഉണ്ട്. കാരണം അടുത്ത ആഴ്ച GCCയിലൊക്കെ മിക്കവാറും ദിവസങ്ങളൊക്കെ അവധിയാണ്, അടിപൊളിയായിട്ട് കളക്ഷൻ നേടാം. പക്ഷേ ഇന്നലത്തെ കളക്ഷൻ ഒരു തള്ളിമറിക്കുന്ന ഒരു കളക്ഷൻ യഥാർത്ഥത്തിൽ പനോരമ സ്റ്റുഡിയോസ് ഒന്ന് ഇറക്കി. കാരണം നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ 2020 മുമ്പേ മമ്മൂട്ടിയുടെ കളക്ഷൻ അല്ലെങ്കിൽ മോഹൻലാൽ സിനിമയുടെ കളക്ഷൻ ഒക്കെ ഒരുപാട് തള്ളിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. 2020 ശേഷം അനലിസ്റ്റുകളായാലും ഈ ട്രാക്കേഴ്സ് ആയാലും കൃത്യമായിട്ട് അവർ ട്രാക്ക് ചെയ്യുന്നു. ഇപ്പം നമുക്ക് വാഴ 2 ആയാലും തുടരുവായാലും ലോകയായാലും ഈവൻ പേട്രിയോട്ടിൻ്റെ ആയാലും ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ ഒരു 10 ലക്ഷമോ 20 ലക്ഷം രൂപയുടെയൊക്കെ വ്യത്യാസം വരത്തുള്ളൂ, അല്ല ഒന്നും വലിയ വ്യത്യാസം വരുത്തില്ല. അതേ കളക്ഷൻ തന്നെ ആയിരിക്കും പ്രൊഡക്ഷൻ ടീം വിടുന്നത്. കാരണം അത്രയും ബെസ്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്, കാരണം അത്രയും സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഉണ്ട്. പക്ഷേ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ 43 കോടി രൂപ 43 കോടി 50 ലക്ഷം രൂപയായിരുന്നു എൻ്റെ ഫുൾ കളക്ഷൻ, അതായത് വേൾഡ് വൈഡ് കളക്ഷൻ. അതിനകത്ത് കേരളത്തിൽ 11 കോടി, പിന്നെ ബാക്കിയുള്ള GCC എല്ലാം കൂടെ കൂട്ടിയാണ് 43 കോടി 50 ലക്ഷം വരുന്നത്. എന്നാൽ അന്ന് രാത്രി തന്നെ അവൻ്റെ പനോരമ സ്റ്റുഡിയോസിൻ്റെ പേജിലിട്ടു 50 കോടി 50 ലക്ഷം അല്ലെങ്കിൽ 50 കോടി 30 ലക്ഷം, അതായത് 7 കോടിയുടെ വ്യത്യാസം. ഒരിക്കലും നമുക്ക് സാധാരണ 50 ലക്ഷം 1 കോടിയുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം, ചിലപ്പോൾ കുറയാം കൂടാം. പക്ഷെ 7 കോടിയുടെ തള്ള് അതൊരു വല്ലാത്ത തള്ളായിപ്പോയി. അത്രയും കളക്ഷനിൽ ഒരു വ്യത്യാസം ആ ഒരു ഇതിൽ എന്തായാലും ട്രാക്കേഴ്സിന് വരത്തില്ല. കാരണം ഈ ഇൻസ്റ്റയിൽ ഇത് വളരെ ഫോളോ ചെയ്യുന്നവരും കളക്ഷൻ ഇടുന്നവരും എല്ലാം ഓൾറെഡി അവർ 43 കോടി 50 ലക്ഷം ഇട്ട് കഴിഞ്ഞു. അവർക്ക് പോലും നാണക്കേടായിപ്പോ എന്നുള്ള, എല്ലാവർക്കും നാണക്കേടുണ്ടായ ഒരു സംഭവമാണ്. കാരണം ഈ പടത്തിന് ഗംഭീര കളക്ഷൻ അല്ലേ വരുന്നത്, പിന്നെ ഇതിന്റെ തള്ളേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഓൾറെഡി ഈ പടം നേടുന്ന കളക്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡ് കളക്ഷനിലോട്ടാണ് പോകുന്നത്. ആ പടത്തിന് എന്തിനാണ് ഇങ്ങനെ തള്ളുന്നത്? പിന്നീട് 7 കോടി അല്ലെങ്കിൽ 3 കോടി കൂടുതൽ വെച്ച് പോകേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഉള്ള കൃത്യം കളക്ഷൻ മതി. ഇതൊരു തെറ്റായ പ്രവണതയാണ്. കാരണം ട്രേഡ് അനലിസ്റ്റുകളോ അല്ലെങ്കിൽ ട്രാക്കേഴ്സിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ പടത്തിന് ചെയ്യും. വേറെ ഇപ്പം ഞാനത് പറഞ്ഞ ലോകയാണെങ്കിലും തുടരും രജപുത്ര ഫിലിംസ് ആണ്, രജപുത്രയാണ് ആന്റണി പെരുമാറി. പക്ഷെ വേറെ ഒരു സിനിമകളിലും നമുക്ക് കാണാതെ വാഴ 2 പോലും പേട്രിയോട്ടിൽ പോലും കുറച്ച് കളക്ഷൻ നേടിയുള്ളെങ്കിൽ പോലും ഒന്നിനകത്ത് തള്ളു വരുന്നില്ല. പക്ഷെ ഈ ഒരു ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ തള്ളായിപ്പോയി. ഇനി ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ തള്ളി കളക്ഷൻ കൊണ്ടുവന്ന്, അല്ലാതെ തന്നെ റെക്കോർഡ് വീഴ്ത്തുമെന്ന് തന്നെയാണ് നമ്മൾ 100% പ്രതീക്ഷിക്കുന്നത് ദൃശ്യം 3.